നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നിയമ നടപടി സ്വീകരിക്കുന്നതിൽ തടസ്സങ്ങളുണ്ടെന്ന് മുൻ മന്ത്രി എ.കെ. ബാലൻ. ആകാശത്തുനിന്ന് എഫ്ഐആർ ഇടാനാകില്ല. റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവച്ചിട്ടില്ലെന്നും പൊതുവായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്നും എ.കെ. ബാലൻ. പാലം വിഷയത്തിൽ പട്ടാമ്പി നഗരം സംഘർഷഭരിതം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെയുണ്ടായ പോലീസ് ലാത്തിചാർജിനെതിരെ നഗരത്തിൽ യു.ഡി.എഫിന്റെ പ്രതിഷേധ മാർച്ച്. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ സ്ഥാപിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് നീക്കം പോലീസ് തടഞ്ഞത് ഇന്നലെ വൈകിട്ട്. പോലീസ് ലാത്തിചാർജിൽ കെ.പി.സി.സി അംഗം റിയാസ് മുക്കോളി ഉൾപ്പെടെ 10ഓളം പേർക്ക് പരിക്കേറ്റു. പാലക്കാട് ജില്ലാതല തദ്ദേശ അദാലത്തിൽ 876 പരാതികൾക്ക് പരിഹാരം. ആകെ ലഭിച്ചത് 986 പരാതികൾ. 50 പരാതികൾ നിരസിച്ചു. 60 എണ്ണം പൊതുവായ തീരുമാനത്തിനും പരിശോധനയ്ക്കുമായി മാറ്റി. അദാലത്തിൽ മാലിന്യ പ്രശ്നം സംബന്ധിച്ച പരാതികൾ കുറഞ്ഞത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിന്റെ തെളിവെന്ന് മന്ത്രി എം.ബി. രാജേഷ്. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ രണ്ടാം വിള നെൽകൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. നഗരസഭാ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നെൽവിത്ത് വിതരണം ആരംഭിച്ചു. 15 പാടശേഖര സമിതികൾക്ക് നൽകുന്നത് മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്നെത്തിച്ച ഉമാ നെൽവിത്ത്. വാർത്തകൾ വിശദമായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നിയമ നടപടി സ്വീകരിക്കുന്നതിൽ തടസ്സങ്ങളുണ്ടെന്ന് മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ.കെ. ബാലൻ. ആകാശത്തുനിന്ന് എഫ്ഐആർ ഇടാനാകില്ല. റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവച്ചിട്ടില്ലെന്നും പൊതുവായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടിയെടുക്കാനാകില്ലെന്നും എ.കെ. ബാലൻ പാലക്കാട്ട് പറഞ്ഞു. സിനിമാ മേഖലയിൽ നിന്ന് വ്യക്തിപരമായ പരാതികൾ സർക്കാരിന് കിട്ടിയിട്ടില്ല. മൊഴികൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കേസെടുക്കാൻ കഴിയുകയുള്ളൂ. പുറത്തുവിടാത്ത റിപ്പോർട്ടിന്റെ ഭാഗം പ്രസിദ്ധീകരിക്കാമെന്ന് കോടതിയോ കമ്മിറ്റിയോ പറയട്ടെ. ആകാശത്ത് നിന്ന് എഫ്ഐആർ ഇടാനാകില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചിട്ടില്ല. പൂഴ്ത്തിവെക്കാൻ മാത്രം റിപ്പോർട്ടിൽ ഒന്നുമില്ല. റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് WCC സ്ഥാപകാംഗം തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എ.കെ. ബാലൻ വെളിപ്പെടുത്തി. ഇതിൻ്റെ റിപ്പോർട്ട് പുറത്തു കൊടുക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിൽ ചില ഇടപെടലുകൾ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ റിപ്പോർട്ട് പുറത്തു കൊടുക്കുന്നതിന് പ്രശ്നമില്ല എന്ന ഒരു നിലപാട് വിവരാവകാശ കമ്മീഷനുണ്ട്. വിവരാവകാശ കമ്മീഷൻ എടുത്തതിൻ്റെ ഭാഗമായി റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറായ ഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ വരുന്നത്. ആ പെറ്റീഷൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ തന്നെ WCCയുടെ ഒരംഗം, സ്ഥാപകാംഗം, ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അപ്പോൾ അവസാനം കോടതി ഹേമ കമ്മിറ്റി തെളിവെടുപ്പ് നടത്തുമ്പോൾ മൊഴി കൊടുത്ത ആൾക്കാർക്ക് എന്താണോ ഉറപ്പ് നൽകിയത് അതിൻ്റെ ഭാഗമായി സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ഉത്തരവിട്ടു. അങ്ങനെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് നിലവിൽ വന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഘട്ടം. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സുവോ മോട്ടോ ഒരു ആക്ഷൻ, വ്യക്തിപരമായ പരാമർശം ഇല്ലാത്തതിൻ്റെ ഭാഗമായി, മൊഴികൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇല്ലാത്തതിൻ്റെ ഭാഗമായി, കേവലം ഒരു റിപ്പോർട്ടിൻ്റെ ജനറൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി ഇന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിനെതിരായി നടപടികൾ എടുക്കാൻ സ്വാഭാവികമായും നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ വരും. അപ്പോൾ ഒരു 400ഓളം പേജുകൾ പുറത്തു വരാത്ത മൊഴികളുണ്ട്. അതിൽ മൊഴികളുമുണ്ട്, രേഖകളുമുണ്ട്. അതൊന്നും കമ്മീഷൻ ഗവൺമെൻറ്റിന് തന്നിട്ടില്ല, പുറത്തും വിട്ടിട്ടില്ല. അതുപോലെ തന്നെ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ തന്നെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് ഒഴിവാക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് കമ്മീഷൻ്റെ തന്നെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ഇത് പുറത്തു വിടില്ല എന്ന ഉറപ്പ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ വാദം തള്ളിയ മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ.കെ. ബാലൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരുന്നത് സാംസ്കാരിക വകുപ്പിന്റെ അടുത്ത് തന്നെയാണെന്നും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. പാലത്തിലെ കൈവരികൾ പുനഃസ്ഥാപിക്കാനുള്ള നീക്കം പോലീസ് തടഞ്ഞതോടെയാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായത്. പോലീസ് ലാത്തിചാർജിൽ കെ.പി.സി.സി മെമ്പർ റിയാസ് മുക്കോളി അടക്കം 10ഓളം പ്രവർത്തകർക്ക് പരിക്കേറ്റു.
പ്രളയത്തെ തുടർന്ന് തകർന്ന പട്ടാമ്പി പാലത്തിന്റെ കൈവരി ഒരു മാസത്തോളമായി പുനഃസ്ഥാപിക്കാൻ നടപടിയെടുക്കാത്തതിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരമാണ് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷത്തിൽ കലാശിച്ചത്. പട്ടാമ്പി പാലത്തിൽ പ്രതീകാത്മകമായി കൈവരി നിർമ്മിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് നീക്കം പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. പ്രകടനമായെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗുരുവായൂർ റോഡ് ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. സമരത്തിനിടെ വാഹനങ്ങൾ കടത്തിവിടാനുള്ള പോലീസിന്റെ ശ്രമത്തിനെതിരെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് പ്രവർത്തകർക്കു നേരെ പോലീസ് ലാത്തി വീശുകയായിരുന്നു. പോലീസ് ലാത്തിചാർജിൽ KPCC അംഗം റിയാസ് മുക്കോളി, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിലടക്കം 10ഓളം പ്രവർത്തകർക്ക് പരിക്കേറ്റു. നേരത്തെ നടന്ന പ്രതിഷേധ സമരം KPCC അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ പട്ടാമ്പിയിലെയും തൃത്താലയിലെയും ഒക്കെ 2 ജില്ലയിലെ ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ്. നമുക്കറിയാം, പട്ടാമ്പി താലൂക്കിലേക്കാകട്ടെ, ഹോസ്പിറ്റലിലേക്കാകട്ടെ, കോളേജിലേക്കാകട്ടെ ദിനേന എന്നോണം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങളും വയോജനങ്ങളും കടന്നു വരുമ്പോൾ അവർക്ക് സുഗമമായി യാത്ര ചെയ്യാനോ 1 മണിക്കൂറിൽ കുറയാതെ ബ്ലോക്ക് വരുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ദിവസവും പല സ്ത്രീകളും സ്വന്തം കൈക്കുഞ്ഞുങ്ങളെ എടുത്ത് കരയുന്ന കാഴ്ച ഞാനും നിങ്ങളും കാണുകയാണ്. ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാതെ, ഡയാലിസിസ് രോഗികൾ ഡയാലിസിസ് ചെയ്യാൻ പോകാൻ പറ്റാതെ പ്രയാസപ്പെടുമ്പോൾ ആ പ്രയാസത്തെ ഒരുപാട് കാലം നോക്കിക്കൊണ്ട് നിൽക്കാൻ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന് സജ്ജമല്ല, ഒരുക്കമല്ല. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി OK ഫാറൂഖ്, കോൺഗ്രസ് നേതാക്കളായ PK ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് രാമദാസ്, M രാധാകൃഷ്ണൻ, AP രാമദാസ്, KR നാരായണസ്വാമി, ഷാഫി കാരക്കാട്, A സജീവ് കുമാർ, TK ഷുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെ ലാത്തിചാർജ് നടത്തിയ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് UDF പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ചെറുപ്പളശ്ശേരി റോഡ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പ്രതിഷേധ മാർച്ചിൽ വിവിധ UDF യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ അവശനിലയിൽ കണ്ടെത്തി. രാവിലെ 10:30യോടെയാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എക്സലേറ്ററിന് സമീപം കാണപ്പെട്ട സ്ത്രീക്ക് പോലീസ് തുണയായത്. ചൊവ്വാഴ്ച രാവിലെ 10:30യോടെയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ എക്സലേറ്ററിന് സമീപം പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ അവശനിലയിൽ കാണപ്പെട്ടത്. ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിക്കുന്നതിന് ആംബുലൻസ് വിളിച്ച് കാത്തുനിൽക്കുന്ന സമയം പ്രസവ സമയമായതിനാൽ തൃശൂർ പോലീസ് സ്റ്റേഷനിലെ ASI അജിതാകുമാരിയുടെ നേതൃത്വത്തിൽ RPF SI ഗീതു കൃഷ്ണൻ, പോലീസുകാരായ രേഷ്മ, അർദ്ധന എന്നിവരും റെയിൽവേ പോലീസ് സേനാംഗങ്ങളായ SI മനോജ്, SI ജയകുമാർ, സജി, ശ്രീരാജ് എന്നിവരുടെ സഹായത്തോടെ പ്രസവം പൂർത്തിയാക്കി അമ്മയെയും കുഞ്ഞിനെയും സുരക്ഷിതമായി തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് ജില്ലാതല തദ്ദേശ അദാലത്തിൽ 876 പരാതികൾക്ക് പരിഹാരം. 986 പരാതികളാണ് ആകെ ലഭിച്ചത്. ഇതിൽ 50 പരാതികൾ നിരസിച്ചു. 60 പരാതികൾ പൊതുവായ തീരുമാനത്തിനും പരിശോധനയ്ക്കുമായി മാറ്റിവെച്ചു. തദ്ദേശ അദാലത്തിൽ ലഭിച്ച 88.84% പരാതികളും പരിഹരിച്ചതായി അധികൃതർ അറിയിച്ചു. 50 പരാതികൾ നിരസിക്കപ്പെട്ടു. 60 പരാതികൾ പൊതുവായ തീരുമാനത്തിനും പരിശോധനയ്ക്കുമായി മാറ്റിവെച്ചിരിക്കുകയാണ്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട 334 പരാതികൾ, പൊതുസൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട 381 പരാതികൾ, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പരാതികൾ കുറഞ്ഞത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ജാഗ്രതയാണ് സൂചിപ്പിക്കുന്നതെന്ന് അദാലത്തിൽ പങ്കെടുത്ത മന്ത്രി MB രാജേഷ് പറഞ്ഞു. അദാലത്തിന് ശേഷം നടന്ന വാർത്താസമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ആകെ പരിഗണിച്ചത് 986 അപേക്ഷകളാണ്. അതിൽ 876 എണ്ണമാണ് തീർപ്പാക്കിയത്. നിരസിച്ചത് 50 എണ്ണമാണ്. കൂടുതൽ പരിശോധനകൾക്കും പൊതുവായ തീരുമാനത്തിനുമായി മാറ്റിവെച്ചത് 60 എണ്ണമാണ്. അത് സർക്കാർ തലത്തിൽ തീരുമാനമുണ്ടാകേണ്ട ഉൾപ്പെടെയുള്ളവയാണ്. തീർപ്പാക്കിയതിൻ്റെ ശതമാനം 88.84 അതായത് 986-ൽ 876 പരിഹരിച്ചു.
മുനിസിപ്പാലിറ്റികൾ കാലോചിതമായി വസ്തുനികുതി പരിഷ്കരണം നടത്താത്ത സാഹചര്യത്തിൽ തങ്ങളുടേതല്ലാത്ത കാരണത്താൽ പരിഷ്കരിച്ച തീയതി മുതൽ പലിശയും പിഴപ്പലിശയും പൊതുജനങ്ങൾക്ക് അടയ്ക്കേണ്ടി വരുന്നതിൽ ആശ്വാസം കണ്ടെത്താൻ സർക്കാരിൻ്റെ പൊതു തീരുമാനത്തിന് വിട്ടിരിക്കുകയാണെന്ന് മന്ത്രി അറിയിച്ചു. ഇതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ഉത്തരവായി തന്നെ ഇറങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെൻഷൻ കുടിശ്ശിക വിതരണത്തിലെ കാലതാമസത്തിനെതിരെ നിരത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോങ്ങാട് പ്രതിഷേധ ധർണ നടത്തി. പ്രതിഷേധ ധർണ KPCC ജനറൽ സെക്രട്ടറി P. ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. അവർ തൊഴിലാളികൾക്ക് വേണ്ടി വാദോരാതെ പ്രസംഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവരൊന്നും കാണാനില്ല. അവര് സർക്കാരിന് കുഴലൂട്ട് നടത്തുകയാണ്. പിണറായി വിജയൻ എന്ത് ചെയ്താലും അതിന് അവസാനമാണ്. പിണറായി വിജയനും മകൾക്കും മാത്രമാണ് എല്ലാം. നരേന്ദ്രമോദി അവിടെ പറഞ്ഞു ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ, പെൺകുട്ടികളെ നോക്കണം. മൂപ്പര് പെൺകുട്ടി നോക്കിക്കൊണ്ടിരിക്കുക. വീണാ വിജയൻ എന്ത് കച്ചവടം നടന്നാലും അതിന് ഒരു വിഹിതം വീണാ വിജയനാണ്. പിണറായി വിജയന് വേണ്ട ആളുകൾക്കും അല്ലാതെ മറ്റാർക്കും ഒരാനുകൂല്യം കൊടുക്കുന്നില്ല. കോങ്ങാട് വില്ലേജിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണയിൽ NKNTU സംസ്ഥാന പ്രസിഡന്റ് KA ബാലകൃഷ്ണൻ അധ്യക്ഷനായി. VN കൃഷ്ണൻ, N നാരായണൻ, P പുഷ്പലത, MP ശോഭന തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻ കുടിശ്ശിക വിതരണത്തിലെ അനിശ്ചിതത്വത്തിന് ഇത്രയും വേഗം പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭാ കൃഷിഭവന്റെ നേതൃത്വത്തിൽ രണ്ടാം വിള മുണ്ടകൻ നെൽകൃഷിക്കുള്ള വിത്ത് വിതരണം ആരംഭിച്ചു. മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്നെത്തിച്ച ഉമ നെൽവിത്താണ് വിതരണം ചെയ്യുന്നത്. നെൽവിത്ത് വിതരണത്തിന്റെ ഉദ്ഘാടനം കല്ലിപ്പാടം പൊതുജന വായനശാലയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. ഷൊർണൂർ നഗരസഭ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഷൊർണൂരിലെ 15 പാടശേഖര സമിതികളിലുള്ള 1100 ഏക്കർ നെൽകൃഷിക്കുള്ള ഉമ നെൽവിത്താണ് വിതരണം ചെയ്യുന്നത്. കല്ലിപ്പാടം പാടശേഖര സമിതിക്ക് നൽകിയാണ് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വിത്ത് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നഗരസഭയിലെ വിവിധ പാടശേഖര സമിതികൾക്കായി 30,000 കിലോ നെൽവിത്താണ് 2 ദിവസങ്ങളിലായി നമ്മുടെ നഗരസഭയുടെ വിവിധ പാടശേഖരങ്ങൾക്ക് കൈമാറി. ഇത്തവണ രണ്ടാം വിള ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ ഷൊർണൂർ നഗരസഭയിലെ എല്ലാ കൃഷിക്കാരും. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ TK ബഷീർ, ഷൊർണൂർ നഗരസഭാ പാടശേഖര ഏകോപന സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, സെക്രട്ടറി K അശോകൻ, കാരക്കാട് പാടശേഖര സമിതി സെക്രട്ടറി C ബിജു, കല്ലിപ്പാടം പാടശേഖര സമിതി സെക്രട്ടറി A മുരളീധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. SNDP പാലക്കാട് വെസ്റ്റ് യൂണിയൻ മാങ്കുർശി ശാഖയുടെ ആഭിമുഖ്യത്തിൽ 170ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം നടന്നു. ഗുരുദേവ ജയന്തി ആഘോഷം സൂര്യനാരായണൻ കക്കോട് ഉദ്ഘാടനം ചെയ്തു. ഒരു ആത്മീയ വിപ്ലവ പ്രഖ്യാപനമായിരുന്നു നാരായണ ഗുരുദേവന്റെ ജീവിതം മുഴുവൻ. ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മനുഷ്യനിൽ അടങ്ങിയിട്ടുള്ള അന്തർലീനമായിട്ടുള്ള ദൈവീക ചൈതന്യത്തെ പോലും ഉയർത്തിക്കാട്ടുവാൻ അദ്ദേഹം കൊച്ചു കേരളത്തിൽ തിരുവനന്തപുരത്ത് അരുവിപ്പുറത്തിരുന്നു കൊണ്ട് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളാണ് കേരള സമൂഹം. അത് ഈഴവാദികൾക്ക് മാത്രമല്ല, ഇവിടെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യജാതികൾക്ക് മുഴുവൻ ആവശ്യമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു. ഗുരുപൂജയോടുകൂടിയാണ് ഗുരുദേവ ജയന്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. TC സുരേഷ് ബാബു പതാക ഉയർത്തി. യൂണിയൻ കൗൺസിലർ പ്രശാന്ത് തെക്കത്ത് അധ്യക്ഷത വഹിച്ചു. സ്വാമി കിഷോർ ശാന്തി മുഖ്യപ്രഭാഷണം നടത്തി. TM രാമദാസ്, TS സഹദേവൻ, KS സന്തോഷ് കുമാർ, കൃഷ്ണൻകുട്ടി, വസന്തകുമാരി, VI വേലായുധൻ, KS സുദേശ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വടംവലി മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കായി അനുശോചനവും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 80ാം ജന്മദിനം സദ്ഭാവന ദിവസമായി ആഘോഷിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജന്മദിനാഘോഷ പരിപാടികൾ നടന്നു. പാലക്കാട് വെണ്ണക്കര തിരുനെല്ലായി കോൺഗ്രസ് കമ്മിറ്റികൾ സംഘടിപ്പിച്ച രാജീവ് ജന്മദിനാഘോഷം മുൻ PSC അംഗം P ശിവദാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയും ശീതയുദ്ധത്തിനെതിരെയും നിലകൊണ്ട ചേരിചേരാ രാജ്യങ്ങളുടെ ശബ്ദമായിരുന്നു രാജീവിൻ്റെ ഇന്ത്യയെന്ന് P ശിവദാസ് അനുസ്മരിച്ചു. പാലക്കാട് നഗരസഭാ കൗൺസിലർ A കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു.
BNRWF ജില്ലാ ജനറൽ സെക്രട്ടറി M. ഹരിദാസ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് SM. താഹ, ഭാരവാഹികളായ VC. റാഫേൽ, B. രാഹുൽ, M. വിശ്വനാഥൻ, V. വേലു, VA. വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കടമ്പൂർ ഖാദി സെന്ററിൽ ഗാന്ധിയൻ നാരായണൻ നായർ അനുസ്മരണം നടന്നു. അനുസ്മരണ യോഗം ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന പ്രസിഡന്റ് VC. കബീർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ തുടങ്ങിയ കാലത്ത് ഞാനന്ന് പ്രൊഫസറിരിക്കാതെ ഞങ്ങളൊക്കെ പുൽത്തകടിയിലാണ് ഇരുന്നത്. അന്ന് നാരായണൻ നായരെ പോലെ നാരായണ മാഷുണ്ടായിരുന്നു, വടക്കഞ്ചേരിക്കാരൻ. PLG നമ്പൂരിപ്പാടുണ്ടായിരുന്നു, കേളപ്പയ്യറോർ ദീപം കുടിച്ചിട്ടുണ്ടായിരുന്നു. അനുസ്മരണ യോഗത്തിൽ വാർഡ് മെമ്പർ വിജിത അധ്യക്ഷത വഹിച്ചു. ഗാന്ധി ദർശൻ സമിതി ഒറ്റപ്പാലം താലൂക്ക് ചെയർമാൻ ഗിരീഷ് കുമാർ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം P. ഹരിഗോവിന്ദൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ P. സരിൻ, പുതുശ്ശേരി ശ്രീനിവാസൻ, ശ്രീനാഥ് കടമ്പഴിപ്പുറം, വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളെ പ്രതിനിധീകരിച്ച CC. രാജൻ, AK. ഉമ്മർ, മുരളീധരൻ, പ്രീത മോഹൻദാസ്, വാസുദേവൻ മാസ്റ്റർ, പത്മനാഭൻ മാസ്റ്റർ, PP. ഹരിദാസ് മാസ്റ്റർ, ഷാജു മാസ്റ്റർ, ഖാദി കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് M. ഗീത എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ പ്രദീപ് കുന്നക്കാവ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കർഷക ദിനത്തോടനുബന്ധിച്ച് ഷൊർണൂർ SN കോളേജിലെ NSS യൂണിറ്റുകൾ കർഷകരെ ആദരിച്ചു. കർഷകരായ K. അച്യുതൻ, E. ഉണ്ണികൃഷ്ണൻ, ജോ മാത്യു, പ്രിയ എന്നിവരെയാണ് ആദരിച്ചത്. പ്രിൻസിപ്പൽ ഡോക്ടർ എൽവിൻ പോൾ കോനാട്ട് അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർമാരായ പ്രശോഭ, ശശികുമാർ, C. ഗിരിജ, രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം താലൂക്ക് SNDP യൂണിയന്റെ 170ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം ഇന്ന് വൈകുന്നേരം കുളപ്പള്ളിയിൽ നടക്കും. കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലെ VP ചന്ദ്രൻ നഗറിലായിരിക്കും സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലെ VP ചന്ദ്രൻ നഗറിൽ ചൊവ്വാഴ്ച വൈകുന്നേരം 3:30 സാംസ്കാരിക സമ്മേളനം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഘോഷയാത്രയുൾപ്പെടെ വിപുലമായ പരിപാടികൾ ഒഴിവാക്കിയതെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാംസ്കാരിക സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ ആക്ടിംഗ് പ്രസിഡന്റ് M. അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ P. മമ്മിക്കുട്ടി MLA മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തും. BJP സംസ്ഥാന സെക്രട്ടറി C. കൃഷ്ണകുമാർ, നഗരസഭാ കൗൺസിലർ TK ബഷീർ, താലൂക്ക് SNDP യൂണിയൻ സെക്രട്ടറി CC ജയൻ തുടങ്ങിയവർ പങ്കെടുക്കും. നമ്മുടെ ഇപ്രാവശ്യത്തെ 107ാമത് ചതയനാഘോഷം കുളപ്പള്ളി VP ചന്ദ്രൻ നഗറിൽ വെച്ചാണ് നമ്മൾ നടത്തപ്പെടുന്നത്. പതിവ് പോലെ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഘോഷയാത്ര ഒഴിവാക്കിക്കൊണ്ട് സാംസ്കാരിക സമ്മേളനം വമ്പിച്ച രീതിയിൽ തന്നെ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ ശ്രീനാരായണീയരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന് സമ്മേളനം വിജയമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്തോടെ വാഴുന്ന മാതൃകാസ്ഥാനമായി ഈ ലോകം മാറണമെന്ന് ചിന്തിച്ച അതിനുവേണ്ടി പ്രവർത്തനം തുടങ്ങിവെച്ച SNDP യോഗവും SNDP യോഗത്തിൻ്റെ ആരാധ്യനും ഗുരുവുമായ ശ്രീനാരായണദേവൻ്റെ 170ാമത് ജയന്തി ആഘോഷം വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഒറ്റപ്പാലം യൂണിയൻ നടത്തുന്നത്. പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ ഘോഷയാത്ര മാറ്റിവെച്ചിരിക്കുന്നു. എന്നാലും മുൻ വർഷത്തിൽ നിന്ന് ഒട്ടും കുറയാതുള്ള ആൾക്കൂട്ടവും അതുപോലത്തെ സമ്മേളന നഗരി നിറഞ്ഞു കവിഞ്ഞ ഒരു സദസ്സായിരിക്കും. ബഹുമാനപ്പെട്ട MP, MLA, മുനിസിപ്പൽ ചെയർമാൻ എന്നിവർ പങ്കെടുക്കുന്നു. SNDP യോഗത്തിൻ്റെ പോഷക സംഘടന വനിതാ സംഘം, യൂത്ത് മൂവ്മെൻറ്റ്, ശാഖാതല പ്രവർത്തകർ എല്ലാവരും തന്നെ വളരെ ഗംഭീരമായ ഈ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് എത്തിച്ചേരും. വാർത്താ സമ്മേളനത്തിൽ താലൂക്ക് യൂണിയൻ സെക്രട്ടറി CC ജയൻ, സ്വാഗത സംഘം ചെയർമാൻ C. സതീശൻ, ഭാരവാഹികളായ അരവിന്ദാക്ഷൻ, സേതുമാധവൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. KSSPU തിരുവേഗപ്പുറ യൂണിറ്റ് കൺവെൻഷൻ തിരുവേഗപ്പുറ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. KSSPU ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. KSSPU തിരുവേഗപ്പുറ യൂണിറ്റ് കൺവെൻഷനും ഇതോടൊപ്പം നവാഗതർക്കുള്ള സ്വീകരണവും വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള ആദരവും നടന്നു. തിരുവേഗപ്പുറ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന കൺവെൻഷൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി PV മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. മരിച്ച ഉയർന്ന നിരക്കിലുള്ള ഫാമിലി പെൻഷനും വാങ്ങി അങ്ങനെ സുഖമായി പോകാമെന്ന് കരുതേണ്ടതില്ല.
എന്ന് പറഞ്ഞുകൊണ്ടാണ് 2030 മുതൽ പെൻഷനേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 2012 ആഗസ്റ്റ് മാസത്തിൽ PFRDA നിയമസഭയിൽ അവതരിപ്പിക്കുകയും 2011 ഏപ്രിൽ 1 മുതൽ കേരളത്തിലത് നടപ്പിലാക്കുകയും ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് കെ അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം എം രാമേന്ദ്രൻ വിദ്യാർത്ഥി പ്രതിഭകളെ ഉപഹാരം നൽകി ആദരിച്ചു. പി സുധാകരൻ നവാഗതരെ സ്വീകരിച്ചു. കൺവെൻഷനിൽ CS ലംബോദരൻ, ഉണ്ണികൃഷ്ണൻ, എം രാമേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നിയമ നടപടി സ്വീകരിക്കുന്നതിൽ തടസ്സങ്ങളുണ്ടെന്ന് മുൻ മന്ത്രി AK ബാലൻ. ആകാശത്തുനിന്ന് FIR ഇടാനാകില്ല. റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവച്ചിട്ടില്ലെന്നും പൊതുവായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്നും AK ബാലൻ. പാലം വിഷയത്തിൽ പട്ടാമ്പി നഗരം സംഘർഷഭരിതം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെയുണ്ടായ പോലീസ് ലാത്തിചാർജിനെതിരെ നഗരത്തിൽ UDF-ന്റെ പ്രതിഷേധ മാർച്ച്. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ സ്ഥാപിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് നീക്കം പോലീസ് തടഞ്ഞത് ഇന്നലെ വൈകിട്ട്. പോലീസ് ലാത്തിചാർജിൽ KPCC അംഗം റിയാസ് മുക്കോളി ഉൾപ്പെടെ 10ഓളം പേർക്ക് പരിക്കേറ്റു. പാലക്കാട് ജില്ലാതല തദ്ദേശ അദാലത്തിൽ 876 പരാതികൾക്ക് പരിഹാരം. ആകെ ലഭിച്ചത് 986 പരാതികൾ. 50 പരാതികൾ നിരസിച്ചു. 60 എണ്ണം പൊതുവായ തീരുമാനത്തിനും പരിശോധനയ്ക്കുമായി മാറ്റി. അദാലത്തിൽ മാലിന്യ പ്രശ്നം സംബന്ധിച്ച പരാതികൾ കുറഞ്ഞത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിന്റെ തെളിവെന്ന് മന്ത്രി MB രാജേഷ്. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ രണ്ടാം വിള നെൽകൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. നഗരസഭാ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നെൽവിത്ത് വിതരണം ആരംഭിച്ചു. 15 പാടശേഖര സമിതികൾക്ക് നൽകുന്നത് മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്നെത്തിച്ച ഉമാ നെൽവിത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.